ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് കൊതിച്ച് സങ്കടപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഒരു മോളാണ് കേട്ടോ ഇവള്. എനിക്കൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഒരുക്കിക്കൊണ്ട് നടക്കാലോ എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവളെ ഒരുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടിയായിരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും നല്ല കമ്പനി എന്ന് പറയുന്നത് കുഞ്ഞുമാണ്. ഞാനിപ്പോൾ ആലോചിക്കും കേട്ടോ, കുഞ്ഞുണ്ടാവുന്നതിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നു ഞാൻ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ സമയം പോക്കിയത് എന്നേ. ഏട്ടൻ വരുന്നവരെ ഞാൻ തന്നെ ഇരിക്കലായിരുന്നല്ലോ. ഇപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങി. കുഞ്ഞുവിന് ഒരുവിധം ഞാൻ ഒരുക്കി നിർത്തിയേ. ഞാൻ കുഞ്ഞുണ്ടായതിന് ശേഷം എവിടെ പോവുകയാണെങ്കിലും ഒരു ബാഗ് കയ്യിൽ കരുതി അതിനകത്ത് ഒരു ഡ്രസ്സ്, ഒരു കുട ഇതെല്ലാം വെക്കും. പിന്നെ പറയാൻ മറന്നുപോയ കാര്യം വെച്ചാൽ ഞാൻ എവിടെ പോകുമ്പോഴും ഒരു പേപ്പറും കുറച്ച് ക്രയോൺസും എടുത്ത് വെക്കും കേട്ടോ. കുഞ്ഞുവിന് എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരുത്തണമെങ്കിൽ ഈ ക്രയോൺസ് കൊടുത്താൽ മതി, അവൾ അവിടെ ഇരുന്നോളൂ കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ കുഞ്ഞു പക്ക ഡീസൻ്റ് ആയിരിക്കും കേട്ടോ. ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അറിയാം പുറത്തെത്തിയെന്ന്. അങ്ങനെ പിന്നെ ഓട്ടം തുടങ്ങും കേട്ടോ. കൂടെ ഞാനും ഓടുക. ആദ്യം തന്നെ ഞങ്ങൾ കടയിലേക്കാണേ പോകുന്നത്. അവിടുന്ന് കുഞ്ഞു ലോലിപോപ്പ് വേണമെന്ന് പറഞ്ഞ ഒരേ പ്രശ്നം ഉണ്ടാക്കലായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ കുട്ടിക്ക് ഇങ്ങനെ മധുരം കൊടുക്കുന്നതിൽ. കൊച്ചിനോടുള്ള സ്നേഹം കാണിക്കാൻ കൊച്ചിന് മുട്ടായി തന്നെ കൊടുക്കണം എന്നില്ല കേട്ടോ. ഈ കടല, പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങി കൊടുക്കാറുള്ളത്. അത്രയ്ക്ക് ക്രേവിങ്സ് വരുമ്പോൾ അല്ലേ അവൾ അങ്ങനെ പറയുമ്പോഴെല്ലാം മാത്രമേ ഞാൻ മുട്ടായി വേറെ എന്തെങ്കിലും ചിപ്സ് എല്ലാം വാങ്ങി കൊടുക്കാറുള്ളേ. കുറച്ച് കടലയും വാങ്ങി ഞങ്ങൾ ലൈബ്രറിയിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ചേച്ചി വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നേ. പേപ്പറെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി വന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ബുക്കെല്ലാം എടുത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എൻ്റെ ഏട്ടൻ വിളിക്കുന്നു, ഷോപ്പിലേക്ക് വായോ, വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോവാമെന്ന്. പൈസയും ഡ്രസ്സും എല്ലാം എടുത്തതുകൊണ്ട് ഒന്നും നോക്കാതെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കടന്നപ്പള്ളിക്ക് നടക്കുകയാണേ. അവിടുന്ന് ബസ്സിന് കയറിയിട്ട് വേണം ഏട്ടൻ്റെ ഷോപ്പിലേക്ക് പോകാൻ. 10 രൂപ പോയിൻ്റേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ വഴിയിൽ നിന്ന് ഒരു പേരക്കെല്ലാം പറിച്ച് ഞങ്ങൾ ഷോപ്പിൽ പോയേ. പിന്നെ രാത്രിയാണ് വരുന്നത്. ബാക്കി വിശേഷങ്ങളെല്ലാം നാളെ കാണാം. ടാറ്റ, ബൈ ബൈ.